പൂഷന്നേ കർഷേയമസൂര്യ പ്രാജാപത്യ വ്യൂഹരശ്മീൻ സമൂഹതേജൂയത്തെ രൂപം കല്യാണതമം തത്തേ പശ്യാമി യോസാവസൗ പുരുഷഃ സോഹമസ്മി. ബ്രഹ്മാദിയിൽ നിന്നേകനായി വന്നിങ്ങു സൃഷ്ടിയും സ്ഥിതിയും നാശവും ചെയ്യും സൂര്യ മാറ്റുക രശ്മിയെ അടക്കുകിങ്ങു കാൺമാനായി നിൻ കല്യാണ കളേബരം കണ്ടുകൂടാത്തതായി കണ്ണുകൊണ്ടു കാണപ്പെടുന്നതായി നിന്നിൽ നിൽക്കുന്ന പുരുഷാകൃതി ഏതാണതാണു ഞാൻ. ഈ ഒരു ഉപനിഷത്തിന്റെ പഠനം കൊണ്ട് തന്നെ ഒരു മനുഷ്യന് ആധ്യാത്മികമായ അറിവിന്റെ മേഖലയിലേക്ക് കടക്കാൻ സാധ്യമാകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒരു ഉപനിഷത്ത് സംസ്കൃതം പഠിക്കാത്തവർക്ക് പോലും എളുപ്പത്തിൽ ആ വേദാന്ത തത്വത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി ശ്രീനാരായണ ഗുരുസ്വാമി തൃപാദങ്ങൾ അത് നമുക്ക് മലയാള ഭാഷയിലേക്ക് കൂടി തർജ്ജമ ചെയ്ത് തന്നിട്ടുണ്ട്. ഇന്ന് ഈ ക്ലാസ്സിലേക്ക് ആഗതരായിരിക്കുന്ന നവാഗതരായിട്ട് കുറച്ച് പേരുണ്ട്. അവർക്കുമൊക്കെ ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ മന്ത്രം 16 വിചാരം ചെയ്യുന്നത്. ഓൾമോസ്റ്റ് നമ്മൾ തീരാറായി ഈശാവാസ്യ ഉപനിഷത്തിന്റെ പഠനം. ഞാൻ പറഞ്ഞു, ഓരോ ക്ലാസ് കഴിയുമ്പോഴും കഴിഞ്ഞ ഭാഗങ്ങൾ വീണ്ടും വീണ്ടും മനസ്സിലേക്ക് വിചാരം ചെയ്ത് ഉറപ്പിക്കുക. നമ്മളിത് പഠിക്കുകയല്ല വേണ്ടത്, മനസ്സിലെ ചിന്താധാരയോട് ചേർത്ത് വയ്ക്കുക, അത് മനനം ചെയ്ത് ഉറപ്പിക്കുക. അക്കാഡമിക് ലെവലിലുള്ള ഒരു പഠനത്തിനപ്പുറം ആത്മീയമായ ഒരു ഉണർവിലേക്ക് ഉയരുന്ന രീതിയിലുള്ള ശ്രവണമാണ് ഉണ്ടാവേണ്ടത്. അപ്പോൾ പ്രത്യേകിച്ച് പുണ്യമാസങ്ങളിൽ ഉപനിഷത്ത് പഠിക്കുക എന്നൊക്കെ പറഞ്ഞൊരു ഭാഗ്യം തന്നെയാണ്. അപ്പോൾ ഏകർഷേ പൂഷനെ സൂര്യനെ ഒരു ബ്രഹ്മത്തിന്റെ പ്രതീകമാക്കി വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഉപാസകൻ. ആ പൂഷനെ വിളിക്കുകയാണ് ഏകർഷേൻ. ഏക ഋഷി, ഏകനായ ഋഷി എന്നർത്ഥം. ആ ഋഷിയെ വിളിക്കുമ്പോൾ, സംബോധന ചെയ്യുമ്പോൾ ഋഷേ എന്നാകും. അതാണ് ഏകർഷേ എന്ന് വിളിച്ചത്. നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഋഷി എന്ന വാക്കിന് കടന്നു കാണുന്നവൻ എന്നർത്ഥം. കടന്നു കാണുന്നവൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന കാഴ്ചയ്ക്ക് അപ്പുറമുള്ള ഒരു കാഴ്ചയുണ്ട് ഈ പ്രപഞ്ചത്തില്. ആ കാഴ്ചയെ, ആ അറിവിലുമേറിയ അറിവിനെ, ചൈതന്യത്തെ അറിയുന്നവനാണ്. നമ്മൾ ഈ പ്രപഞ്ചത്തിൽ പാടി പുകഴ്ത്തി കാണുന്നതിനെയെല്ലാം സത്യമെന്ന് കരുതി ജീവിച്ചു പോകുന്ന നമ്മളോട് ഈ കാഴ്ചയ്ക്കപ്പുറം ഒരു സത്യമുണ്ടെന്ന് ഋഷി പറഞ്ഞു തരികയാണ്. കണ്ണുകൊണ്ട് കാണുന്നതൊന്നും നിത്യമല്ല, അത് അനുനിമിഷം നശിച്ചു പോകുന്നതാണ്. ആ കാഴ്ചകളെ നിലനിർത്തുന്ന ഒരു ഈശ്വരശക്തിയുണ്ട്. ആ ഈശ്വരശക്തിയെക്കുറിച്ചാണ് ഉപനിഷത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാ ഋഷിമാരും സത്യം കണ്ടവരാണ്. ആ ഋഷിമാര് കണ്ടത് ഓരോ ഏകമായ സത്യത്തെയുമാണ്. ആ സത്യത്തെ അവർ ഓരോ വാക്കുകളിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ്. അപ്പോൾ അറിവിനെ കണ്ടറിയുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്ന് വെച്ചാൽ ആ അറിവ് തന്നെയാണ് താനെന്ന് അറിഞ്ഞ് അനുഭവിച്ച് ജീവിക്കുക എന്നർത്ഥം. നമുക്കിവിടെ യാതൊന്നും നേടാനില്ല എന്നുള്ളത് ആദ്യം നമ്മൾ അറിയുക. അതൊരു വലിയ അറിവാണ്. എന്തൊക്കെയോ നേടാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. പക്ഷെ ഒന്നും നമുക്കിവിടെ നേടാനില്ല എന്നുള്ളതാണ്. രാത്രിയിൽ നല്ല സുഖമായി ഉറങ്ങുന്ന നാം എത്ര സ്വസ്ഥതയും ശാന്തിയും അനുഭവിക്കുന്നത്. ഒരു ഉപാധിയുമില്ലാതെ സുഖമായി ഉറങ്ങുന്ന നാം ആ സുഖത്തിന്റെ അനുഭവമാണ് ഉണർന്നെഴുന്നേൽക്കുമ്പോഴും ഈ പുറം ലോകത്ത് തേടണത്. എന്നോട് പറയാം, നമ്മൾ ഉറങ്ങുമ്പോൾ അനുഭവിക്കുന്ന ഒരു ശാശ്വത സുഖമുണ്ട്. കാരണം അത് നമ്മുടെ സ്വരൂപത്തിൽ നമ്മൾ ലയിക്കുന്നുണ്ട് ആ സമയത്ത്. അപ്പോൾ അനുഭവിക്കുന്ന സുഖം, അവിടെ ഒരു ദുഃഖവും ഇല്ല. മനസ്സില്ലാത്തത് കൊണ്ടാണ് അവിടെ സുഖം നമ്മൾ അനുഭവിച്ചത്. അപ്പൊ ഈ മനസ്സിനെ കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പാഠങ്ങളൊക്കെ, ഈ കൃതികളൊക്കെ പഠിക്കുന്നത്.
മനസ്സിനെ കളയുക എന്ന് പറഞ്ഞാൽ മനസ്സിൽ ജന്മാന്തരങ്ങളായി കൂട്ടിവെച്ചിരിക്കുന്ന വാസനകളെ, ഈ പ്രാപഞ്ചിക വാസനകളെ അകറ്റിയാൽ മാത്രമേ അവിടെ ഈ ഏകർഷിയെ കാണാൻ നമുക്ക് ആവുള്ളൂ. ആ സുഖം നമ്മുടെ ജീവിതത്തിൽ ജാഗ്രതയിൽ നമുക്ക് കിട്ടണം. അതിനാണ് നമ്മൾ പഠിക്കുന്നത്. ഉപനിഷത്താണ് കുറച്ച് മനസ്സിനെ ഏകാഗ്രമാക്കി വെച്ച് വേണം നമ്മൾ പഠിക്കാനായിട്ട്. അപ്പൊ സുഖം തേടിയുള്ള മനുഷ്യന്റെ യാത്ര. അപ്പോൾ ആ ഒരു ഏകർഷി എന്ന് പറഞ്ഞാൽ എപ്പോഴും കടന്നു കണ്ടിരിക്കുന്നവനാണ്. ഗുരു പറഞ്ഞ പോലെ തണ്ടാരിൽ വീണു മധുകൊണ്ട് ആരമിക്കും ഒരു വണ്ടാണു സൂര്യ സുകൃതി എന്ന് പറഞ്ഞ പോലെ, ഒരു വണ്ട് എപ്രകാരമാണോ ഒരു പൂവിൽ നിന്ന് തേൻ കുടിച്ച് ആരമിച്ച് അതിൽ മതിച്ച് ആസ്വദിച്ചിരിക്കുന്നത്, അതുപോലെ ആ പരമ ചൈതന്യത്തിന്റെ ആനന്ദത്തിലിരിക്കുന്നവരാണ് ഋഷിമാര്. അതുപോലെ അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ആനന്ദം തന്നെയാണ് കാണുന്നതെല്ലാം, അവരനുഭവം. പിന്നെ പറയാണ് പൂഷൻ ഏകർഷേ യമ. യമൻ എന്ന് പറയുമ്പോൾ ഇവിടെ ജീവൻ എടുത്തുകൊണ്ട് പോകുന്ന യമനായിട്ട് കരുതരുത്. യമനശക്തി ഉള്ളവനാണ്, എല്ലാത്തിനെയും അടക്കി നിർത്തുന്നവൻ, എല്ലാത്തിനെയും അടക്കി നിർത്താനുള്ള കഴിവുള്ളവനാണ് യമൻ എന്ന് പറയുക, യമഹ എന്ന് പറയുക. യമത്തെ പ്രപഞ്ചത്തിൽ നമ്മൾ പണ്ടൊക്കെ കുട്ടിക്കാലത്ത് കാലനില്ലാത്ത കാലത്തെ കുറിച്ച് പഠിക്കും. വൃദ്ധന്മാർ ഒരു കൂട്ടം നിറഞ്ഞു ഭൂതലം തന്നിൽ, അല്ലെ? അത് ഓർമ്മയില്ല വരികള്. അപ്പൊ അതിൽ നമ്മൾ ഒരാളും ഇവിടെ നിന്ന് പഴയത് പോകാതിരുന്നാൽ ഈ ലോകത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? അതുപോലെ അപ്പൊ ഈ യമ നിയന്ത്രിക്കുന്നവന്റെ ജോലി എന്താന്ന് വെച്ചാൽ പഴയതിനെ എടുത്തിട്ട് അതിനെ നിത്യനൂതനമാക്കിക്കൊണ്ട് എന്നും ഇവിടെ ആ നൂതനതയെ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. നിത്യനൂതനമാക്കി, എന്നും ഫ്രഷാക്കി നിത്യനൂതനമാക്കി ഇവിടെ തരുന്ന ജോലിയും അല്ലയോ പൂഷ നിനക്കുണ്ട്. നീ യമത്വ ശക്തിയുള്ളവനാണ്. പഴയതിനെ എടുത്ത് എന്നും ജീവിതത്തെ പുതുമയുള്ളതാക്കി തീർക്കുന്നതും അറിവായ യമൻ തന്നെയാണ്. ആ യമത്വ ശക്തി തന്നെയാണ്, നീ തന്നെയാണ്. അതായത് നീ ന്യായമാർഗത്തിൽ നിന്നും ഒരിക്കലും വ്യതിചലിക്കില്ല. പക്ഷേ ഇവിടെ യമത്വം എന്ന് പറഞ്ഞാൽ കൃത്യമായി ഈ പ്രപഞ്ചത്തിലെ സംവിധാനത്തെ ചെയ്യുക. നമ്മൾ അതിനൊക്കെ ഉപനിഷത്ത് പറഞ്ഞു തന്നൊരു വാക്യമുണ്ട്. ന തത്ര സൂര്യോ ഭാതി ന ചന്ദ്രതാരകം നേമാ വിദ്യുതോ ഭാതി കുതോയം അഗ്നിഹി തമേവ സർവം അനുഭാതി സർവം തസ്യ ഭാസ സർവമിതം വിഭാതി. അതാണ് യമത്വം. അതായത് സൂര്യൻ ഒരിക്കലും സ്വയം പ്രകാശമില്ല. നമ്മൾ ഒരിക്കലും അതൊന്നും ചിന്തിച്ചു നോക്കുന്നേയില്ല. നമ്മൾ ഈ ലോകത്ത് മരിക്കുവോളം ചിന്തിച്ചു നോക്കുന്നില്ല. ഇപ്പൊ ഇവിടെ ഈ വന്നിരിക്കുന്ന ആത്മീയ വഴിയിലൂടെ സഞ്ചരിക്കുന്നവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഒരു 98% പുറത്തുണ്ട്. ആത്മാവെന്നൊന്നുണ്ടെന്ന് പോലും അറിയാതെ ഉണ്ടും ഉറങ്ങിയും ആ ജീവിതം ഈ സഗുണമൂർത്തികളുടെ പുറകെ ഓടി നടന്ന് അതാണ് ഈശ്വരൻ ചോദിച്ച് താന്ന് ചോദിച്ച് അവസാനം ചോദിക്കാൻ നാവ് പോലും പൊങ്ങാതെ ഈ ജീവിതം അങ്ങ് അവസാനിച്ചു കളയും, അല്ലെ? അതായത് തൻ്റെ ഉള്ളിലിരിക്കുന്ന ഈ രത്നമുണ്ടല്ലോ, രത്നം അടക്കി വെച്ചിരിക്കുന്ന ആ വീഞ്ഞപ്പെട്ടിയുടെ പുറത്തിരുന്നുകൊണ്ട് ഭിക്ഷ തെണ്ടണ പോലെയാണ് നമ്മൾ. രത്നം നമ്മൾ പറഞ്ഞില്ലേ, ആ പൊൻപാത്രം. ഇവിടെ ഒരു വീഞ്ഞപ്പെട്ടി സങ്കല്പിക്കും. ഒരു യാചകൻ ഇരിക്കുന്നത് വീഞ്ഞപ്പെട്ടിയുടെ പുറത്താന്ന് വെച്ചോ, അതിൻ്റെ ഉള്ളിൽ നിറയെ രത്നമുണ്ട്. ആ രത്നമടങ്ങിയ വീഞ്ഞപ്പെട്ടിയുടെ പുറത്തിരുന്നു കൊണ്ട് കൈ നീട്ടി താ എന്ന് പറഞ്ഞ് ഇട്ട് തരുന്ന ഒരു നാണയം, ആ പിച്ചക്കാശ് എന്ന് നമ്മൾ പറയാം അതിനെ, അല്ലെ? അത് മേടിക്കുക. നമ്മളെ പിച്ചക്കാരാ നമ്മളെല്ലാവരും. കാരണം വിലമതിയാനാവാത്ത അമൂല്യമായ ഒരു നിധി വിളക്കായിട്ട്, ആത്മവിളക്കായിട്ട് നമ്മുടെ ഉള്ളിലിരുന്ന് എരിയുന്നുണ്ടെന്നും അതിൻ്റെ സ്വഭാവം ആനന്ദ സ്വരൂപമാണെന്നും അത് ദുഃഖമല്ലെന്നും അറിയലാണ് മനുഷ്യജീവിതത്തിൻ്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് പറഞ്ഞത് ന തത്ര സൂര്യോ ഭാതി, സൂര്യൻ ഭാതി പ്രകാശിക്കുന്നില്ല. ന ചന്ദ്രതാരകം, ചന്ദ്രനോ താരകങ്ങളോ ഇവിടെ പ്രകാശിക്കുന്നില്ല. അവർക്ക് സ്വയം പ്രകാശിക്കാനുള്ള കഴിവില്ല. ന ഇമാ വിദ്യുതോ ഭാതി, ഇമാ വിദ്യുതോ ന ഭാതി. ഇടിമിന്നലിന് പ്രകാശ സ്വരൂപമില്ല. പിന്നെ ചോദിക്കുക കുതഹ അയം അഗ്നിഹി, പിന്നെയാണോ അതിലുമൊക്കെ പ്രകാശം കുറഞ്ഞ ഈ അഗ്നി എന്ന് പറഞ്ഞിട്ട് പറയാണ് തമേവ സർവമനുഭാതി സർവം, അല്ലെ? തമേവ സർവമനുഭാതി, അവൻ തന്നെയാണ്
എല്ലാത്തിൻ്റെയും ഉള്ളിലിരുന്നു കൊണ്ട് അഗ്നിയെ പ്രോജ്വലിപ്പിക്കുന്നതും സൂര്യനെ ജ്വലിപ്പിക്കുന്നതും ചന്ദ്രനെ പിന്നെ കുളിർമ കൊടുക്കുന്നതും അഗ്നിക്ക് തീ കൊടുക്കുന്നതും ഇടിമിന്നലിന് മിന്നലായിരിക്കുന്നതും എല്ലാം ആ പ്രകാശമായിരിക്കുന്നത് അവനാണ്. ആ പൂഷനാണ്, ആ മഹാചൈതന്യമാണ്, ജഗദീശ്വരനാണ്. തമേവ, അവൻ തന്നെയാണ് സർവമനുഭാതി, എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നത്. തസ്യ ഭാസ, അവന്റെ ഭാസ കൊണ്ടാണ്, ശോഭ കൊണ്ടാണ് സർവമിതം വിഭാതി, ഇക്കാണുന്ന സകലതും പ്രകാശിക്കുന്നത് അവന്റെ ശക്തി കൊണ്ടാണ്. നമ്മൾ ഓരോ മനുഷ്യജീവികളും ഈ ലോകത്ത് വ്യവഹരിക്കുന്നുണ്ടെങ്കിൽ നമ്മിലിരുന്ന് പ്രകാശിക്കുന്ന ആത്മചൈതന്യം കൊണ്ടാണെന്ന് അറിയാൻ നമ്മുടെ നിസ്സഹായത കൊണ്ട് നമുക്ക് പറ്റുന്നില്ല. ഭിക്ഷതിൻ്റെ നടക്കുക, സുഖം തേടി, ഭൗതിക വസ്തുക്കളിലുള്ള അല്പാൽപ സുഖം തേടി നടക്കുന്നവരാണ് നാം, ആത്മസുഖം ഉള്ളിൽ വെച്ചിട്ട്. അതാണ് ഉപനിഷത്ത് നമ്മളോട് പറയണത്. അതുപോലെ തന്നെ തൈത്തിരീയം പറയുന്നുണ്ട്, ഭീഷാസ്മാത്. അപ്പൊ യമത്വമാണ് നമ്മൾ പറയണത്. എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവനാണ് ജഗദീശ്വരൻ. പറയാണ്, ഭീഷാസ്മാത് വാദഹ പവതേ, ഇവനെ പേടിച്ചാണ്, അസ്മാത് ഭീത, ആ ജഗദീശ്വരനെ പേടിച്ചിട്ടാണ് വാദഹ പവതേ, കാറ്റ് വീശുന്നത്. എല്ലാത്തിനെയും നിയന്ത്രിക്കുക. കൃത്യമായൊരു നിയമസംഹിതയുണ്ട്. ഈ പ്രപഞ്ചത്തെ ചേർത്ത് കോർത്ത് നിർത്തുന്ന ഒരു നിയമസംഹിത ഇവിടെ ഉണ്ട്. ആ നിയമം നടപ്പാക്കുന്ന ജഗദീശ്വരൻ ഇവിടെയുണ്ട്. ഋതുക്കൾ മാറുന്നതും പൂ വിരിയുന്നതും എന്താ പറയുക, ഒരു മുള പൊട്ടുന്നതിന് പോലും അവന്റെ ആ ഒരു നോട്ടമില്ലാതെ ഇവിടെ നടക്കുന്നില്ല. എന്നാ നമ്മളിതൊക്കെ ഇനി ഏത് ജന്മം കിട്ടിയാലോ നമുക്കൊക്കെ ഇനി ഇത് അറിയാൻ സാധിക്കുക. അപ്പൊ പറയാണ്, ഭീഷാസ്മാത് വാദഹ പവതേ, ഇവനെ പേടിച്ചാണ് കാറ്റ് വീശുന്നത്. ഭീഷോദേതി സൂര്യ, സൂര്യൻ ഉദിക്കുന്നത് ഇവനെ പേടിച്ചാണെന്ന് പറഞ്ഞ് ഇവനാണ് നിയമിച്ചിരിക്കുന്നത്, നിയന്ത്രിക്കുന്നത്. അതുകൊണ്ടാണ് ഇവനെ പേടിച്ചാണ് സൂര്യൻ ഉദിക്കുന്നത്. ഭീഷാസ്മാത് അഗ്നിശ്ച ഇന്ദ്രശ്ച, അഗ്നിയും ഇന്ദ്രനും, ഇന്ദ്രനോട് നമുക്ക് ഇന്ദ്രിയങ്ങളെന്നോ അല്ലെങ്കിൽ ദേവന്മാരെന്നോ ഒക്കെ പറയാം, ഒക്കെ പ്രവർത്തിക്കുന്നത് ഇവനെ പേടിച്ചിട്ടാണ്. മൃത്യുർദാവതി പഞ്ചമഹ, മരണം ഓടി നടന്ന് ആ പഴയതിനെയും ജീർണിച്ചതിനെയൊക്കെ എടുത്ത് ആ നിത്യനൂതനമാക്കി സൃഷ്ടിക്കുന്നതും എല്ലാം ഇവനാണ്, ഇതിന്റെ കരു. ഈ ജഗദീശ്വരനാണ് ഇവിടെ ഇരുന്നു കൊണ്ട് ഇതിനെല്ലാം നിയന്ത്രിക്കുന്നത് എന്ന് അജ്ഞരായ നമുക്കറിയില്ല. നമ്മൾ അഹങ്കാരം കൊണ്ട് പറയും, ഞാനാണ് ഇവിടെ അധികാരി, ആരുണ്ട് ഇവിടെ ചോദിക്കാൻ. അപ്പൊ ശരിക്കും നമ്മുടെ അജ്ഞതയാണ്, വല്ലാത്തൊരു അജ്ഞതയാണ് നമുക്ക്. അപ്പോൾ യമത്വം നിനക്കുണ്ട്, യമത്വ ശക്തിയുണ്ട്. പിന്നെ പറയാണ് പ്രാജാപത്യം. നമ്മൾ നേരത്തെ പറഞ്ഞു തന്നു, പ്രജാപതി എന്ന് പറഞ്ഞ എല്ലാത്തിനും ആദ്യമുണ്ടായവൻ. പുരാണങ്ങൾ നമ്മളെ അത് പഠിപ്പിച്ചു തരുന്നത് ദശപ്രജാപതിയെയും കശ്യപ പ്രജാപതിയെയൊക്കെ നമ്മൾ ദേവീ പ്രണാമ ദേവീഷ്ടകം പഠിച്ചതാണ് അല്ലേ ടീച്ചറെ? ഓർമ്മയുണ്ടോ? ദക്ഷ പ്രജാപതിയും ടീച്ചർ ഓർമ്മയുണ്ടോ? ടീച്ചറിന് ഇപ്പൊ അതൊന്നും ചോദിക്കുന്നില്ല. എല്ലാവരും നാളെ ഇന്ദ്ര ടീച്ചറിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാട്ടോ. ടീച്ചർ നാളെ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ പ്രജാപതി ദക്ഷനാണെന്ന് പറയുന്നു. അപ്പോൾ ആ ബ്രഹ്മാവിന്റെ പുത്രന്മാരിൽ പുരാണമാണ് കേട്ടോ. അതിനെ നമ്മൾ തത്വമാണ് എടുക്കേണ്ടത്. ആ ദക്ഷനിൽ നിന്നാണ് മനുഷ്യ രാശി മുഴുവൻ ഉണ്ടായതും മറ്റു ജീവജാലങ്ങൾ ഉണ്ടായതും എന്ന് പറയുന്നു. ആ ദക്ഷന്റെ തന്നെ അതുപോലെ തന്നെ പിന്നെ സപ്തർഷിമാരിൽ ഒരാളാണ് കശ്യപൻ. ബ്രഹ്മപുത്രൻ തന്നെയാണ് കശ്യപൻ. ആ കശ്യപനെ ദക്ഷപുത്രിയായ ദിതിയെ വിവാഹം ചെയ്തു കൊടുത്തു. അഗ്നിപുത്രിയായ അദിതിയെ വിവാഹം ചെയ്തു കൊടുത്തു. അവരിൽ നിന്നാണ് ദേവന്മാരും അസുരന്മാരും പക്ഷിയും പാമ്പും ഒക്കെ ഉണ്ടായതെന്ന് നമ്മൾ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഈ ആദിമശക്തിയെ തന്നെയാണ് പ്രജാപതി എന്നുള്ള അർത്ഥം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യമുണ്ടായവൻ, ലോകനാഥനായിട്ടുള്ളവൻ, സർവചരാചരങ്ങളുടെയും നാഥനായിട്ടുള്ളവനാണ്. അല്ലയോ പൂഷ, നീ പ്രജാപതിയാണ്. അതുകൊണ്ടാണ് എല്ലാതും ആ ശക്തിയിൽ നിന്ന് വന്നതുകൊണ്ടാണ് കവികളൊക്കെ വാഴ്ത്തിപ്പാടില്ലേ, ലോകമേ തറവാട് നമുക്കീ പുൽകളും പുഴുക്കളും കൂടിത്തൻ കുടുംബക്കാർ നമ്മൾ പറയാറുണ്ട്. അതായത് ഈ ലോകം ഒരു തറവാടായി, ഈ ലോകത്തിലെ എല്ലാത്തിനും ഒന്നായി ഋഷിമാര് കണ്ടത്, മഹാത്മാക്കൾ കണ്ടത് ഈ ഒരു ബോധമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത്, ഒരു എറുമ്പിനെയും കല്ലിനകത്ത് കുടിവാഴുന്ന അല്പജന്തുവായ ആ കൃമിയെയും
പനിയുണ്ടിടുന്ന കൃമിയെയും ഒക്കെ നിന്റെ തന്നെ ആ കാരുണ്യമാണ് എന്ന് പറഞ്ഞ് അവരെയും കൂടിയൊക്കെ നമുക്ക് ചേർത്ത് കോർത്ത് വെച്ച് പഠിപ്പിച്ചു തരുന്നത് ഈ ഒരു നിയമവ്യവസ്ഥയിലിരിക്കുന്ന നിയമപാലകനായതുകൊണ്ട് തന്നെയാണ്. അത് ഓർക്കണം നമ്മൾ. അപ്പോൾ നീ പ്രജാപതിയാണ്, നിന്റെ എല്ലാം നിന്റെ കൃപ തന്നെയാണ് അല്ലേ. അപ്പോൾ നമുക്കും എത്തേണ്ടത്, ഉപാസകനായ നമുക്കും എത്തേണ്ടത്, നമ്മൾ എത്തേണ്ട ഭാവം, ഇതൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ എത്തേണ്ടത് ഈ ലോകമേ തറവാട് എന്നുള്ളൊരു ഭാവത്തിലാണ് നമ്മൾ എത്തേണ്ടത്. അതുപോലെ തന്നെ ഈ ഓരോ ഭാവവും നമ്മൾ നമ്മളിലേക്ക് തന്നെ എടുക്കേണ്ടതുണ്ട്. നമ്മൾ എന്തിനാ ഒരു ദേവനെ ഉപാസിക്കുന്നത്? ഉപാസ്യ ദേവതയുടെ ഗുണങ്ങൾ ഉപാസകന് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കും ഈ ഒരു ഭാവം കരഗതമാകണമെന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ യമ പറഞ്ഞു, ഏകർഷി പറഞ്ഞു, പ്രജാപതി പറഞ്ഞു, അടുത്തത് പ്രാജാപത്യ വ്യൂഹ രശ്മീൻ സൂര്യ പറഞ്ഞില്ല, യമ സൂര്യ. അവിടെ നമ്മളിപ്പോൾ അജ്ഞാനമാകുന്ന തമസിനെ, ആ ഇരുട്ടിനെ ദൂരീകരിക്കുന്നതിനായി ഉപാസകൻ ഹൃദയത്തിൽ എപ്പോഴും ഒരു സാത്വിക പ്രകാശത്തെ ഉണ്ടാക്കണം, നിറയ്ക്കണം. ഇരുട്ടിനെ ഇല്ലാതെയാക്കാൻ, ഇരുട്ടെന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്വയം നമ്മുടെ ഉള്ളിലിരിക്കുന്ന രാഗദ്വേഷാദികളും അഹന്തയും സത്യമറിയായികയൊക്കെയാണ് ഇരുട്ട്. ആ ഇരുട്ടിനെ ഇല്ലാതെയാക്കുന്നതിന് വേണ്ടി ആത്മീയമായ വെളിച്ചം നമ്മുടെ ഓരോരുത്തരിലേക്കും കൊണ്ടുവരേണ്ടതുണ്ട്. ഇവിടെ സൂര്യനെ പറയുമ്പോൾ ഭൂമിയിൽ നിന്നുള്ള എല്ലാ രസങ്ങളെയും ആദിത്യൻ തന്നിലേക്ക് ആകർഷിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, വാക്കുകളുടെ അർത്ഥം പറഞ്ഞപ്പോൾ പറഞ്ഞതെന്നാണ്, സൂര്യനിൽ നിന്ന് ഭൂമിയിൽ എല്ലാ രസങ്ങളും, ഭൂമിയിലുള്ള എല്ലാ രസവും, രസം എന്ന് പറഞ്ഞാൽ സത്ത എന്നർത്ഥം. നമ്മളുടെ ഒരു മനുഷ്യന്റെ സത്ത എന്ന് പറഞ്ഞാൽ ആ ജീവനാണ്. ഒരു വൃക്ഷത്തിനും ഉണ്ട് ജീവൻ, ഒരു പക്ഷിക്കും ഉണ്ട്, പാമ്പിനും ഉണ്ട്. ആ എല്ലാ സത്തയെയും സൂര്യൻ തന്നിലേക്ക് ആകർഷിച്ച് നിർത്തുന്നുണ്ട്. ഇപ്പോൾ ആത്മാവിനെ രസമായിട്ട് ഉപനിഷത്ത് പറയുന്നുണ്ട്. ആത്മാവിന്റെ പര്യായ പദമായിട്ട് രസം എന്ന് ഉപനിഷത്ത് പറയുന്നുണ്ട്. ആത്മാവിന് രസം, അതായത് എല്ലാത്തിലും സത്തായിട്ടിരിക്കുന്നവൻ. ആ സത്ത് പോകുമ്പോഴാണ് പോയി എന്ന് നമ്മൾ പറയണത്. മരമാണെങ്കിലും അതിൻ്റെ സത്ത് പോകുമ്പോഴാണ് ആ മരം നശിച്ചു പോയി എന്ന് നമ്മൾ പറയണത്. അപ്പോൾ ഇവിടെ സൂര്യനെ പറയുമ്പോൾ സൂര്യൻ എപ്പോഴും ഭക്തഹൃദയങ്ങളെ ആകർഷിച്ചു കൊണ്ട് നിൽക്കും. എപ്പോഴും സൂര്യൻ അങ്ങനെയാണ്, ആ ഭക്തന്മാരുടെ ഹൃദയങ്ങളെ തന്നിലേക്ക് ആകർഷിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ സൂര്യന്റെ ചൂടും വെളിച്ചവും കൊണ്ടാണ് ഈ ലോകം പുലരുന്നത്. ഇപ്പൊ തന്നെ ഈ രോഗങ്ങൾ കൂടുതൽ വരുന്നത് സൂര്യപ്രകാശം ഭൂമിയിലേക്ക് നന്നായി അടിക്കാത്തത് കൊണ്ടാണ് രോഗങ്ങൾ വരുന്നത്. നന്നായിട്ടൊന്നും ആകാശം തെളിഞ്ഞ് സൂര്യരശ്മികൾ ഭൂമിയിലേക്ക് എത്തുമ്പോൾ തന്നെ പകൽ, നമ്മൾ കണ്ടിട്ടുണ്ടോ ഈ മരണങ്ങളൊക്കെ പലതും നടക്കുന്നത് രാത്രിയിലാണ്. പകല് ആ സൂര്യപ്രകാശത്തിന് സർവ്വതിനെയും പോഷിപ്പിച്ച് നിർത്താനുള്ള ആ സർവ്വരോഗങ്ങൾ പോലും രാത്രി കൂടും, പകലങ്ങ് കുറയുന്നത് അതുകൊണ്ടാണ്. കാരണം സൂര്യന്റെ പ്രകാശരശ്മികൾക്ക് സർവ്വതിനെയും പോഷിപ്പിക്കാനുള്ള ആ കഴിവുണ്ട്. ആദിത്യന്റെ ചൂടും വെളിച്ചവും കൊണ്ടാണ് ഈ ലോകം പുലരുന്നത്. അത് നമ്മൾ ഓർക്കണം. ആ ലോക പരിപാലനം ആദിത്യൻ കൂട്ടുകൂടിയൊന്നും അല്ല ചെയ്യണം, ഒരാളാണ് ഈ ലോകത്തെ പുലർത്തുന്നത് എന്നറിയണം. അതുകൊണ്ടാണ് എല്ലാവരും സൂര്യനെ ഒരു ഉപാസനാമൂർത്തിയായി എടുക്കാൻ എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ടാണ്. ഇപ്പോൾ സൂര്യൻ ഉണ്ടായത് എവിടെ നിന്നാണെന്ന് വെച്ചാൽ ഉപനിഷത്ത് പറയുന്നു, പ്രാണനിൽ നിന്നാണ് ആദിത്യൻ ഉണ്ടായതെന്ന് പറയും. പ്രാണനിൽ നിന്നാണ് ആദിത്യൻ ഉണ്ടായതും എല്ലാ സൗരയൂഥ ഘടകങ്ങളും ഉണ്ടായത് ആ പ്രാണനിൽ നിന്നാണെന്ന് പറയും. അതായത് പ്രാണനിൽ നിന്ന് ആദിത്യൻ, ആദിത്യനിൽ നിന്ന് സൗരയൂഥ ഘടകങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നു. അപ്പോൾ എല്ലാ ജീവജാലങ്ങളുടെയും ആ പ്രാണൻ ആദിത്യനുമായിട്ട് ബന്ധിച്ചിരിക്കുന്നു എന്ന് പറയും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാതിൻ്റെയും ആ പ്രാണൻ ആദിത്യനുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ ഈ ഋഷിമാര് ഈ ഉപാസനാമൂർത്തികളെയൊക്കെ നമ്മുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഇനിയിപ്പോൾ അടുത്തതിലേക്ക് പറയുമ്പോഴും ഇവിടെ അഗ്നിയെ ഒക്കെ ഉപാസനാമൂർത്തിയായിട്ട് പറയുന്നുണ്ട് അടുത്ത മന്ത്രത്തിൽ. അപ്പോൾ ഇവിടെ അടുത്ത മന്ത്രത്തിലല്ലോ വായു, അനിലം, അമൃതം, അതേതം, ഭസ്മാന്തം, ശരീരം എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോൾ
അവിടെയും ഈ ഉപാസനാമൂർത്തി മാറുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഓരോന്നും ജഗദീശ്വരന്റെ പ്രതീകമായിട്ട് ഈ പ്രപഞ്ചത്തിലെ ഓരോന്നിനെയും നമുക്ക് പറഞ്ഞു തരികയാണ്. എന്നിട്ട് ഈ ആദിത്യനെ വിളിച്ചിട്ട് പറയുകയാണ്. അപ്പോൾ ഇത്ര നമ്മൾ പറഞ്ഞു, പൂഷൻ, ഇതൊക്കെ വിശേഷണമാണ്. പൂഷൻ, ഏകർഷേ, യമ, സൂര്യ, പ്രാജാപത്യ എന്നൊക്കെ വിളിച്ചിട്ട് പറയുകയാണ്. വ്യൂഹരശ്മീൻ, വ്യൂഹരശ്മീൻ, തേജസ് സമൂഹ. വ്യൂഹ നമ്മൾ നേരത്തെ അർത്ഥം പറഞ്ഞായിരുന്നല്ലോ, എല്ലാവരും ഉണ്ടോ നോക്കട്ടെ ഉപനിഷത്ത് കേട്ട്. വ്യൂഹ എന്ന് പറഞ്ഞ നമ്മൾ അർത്ഥം പറഞ്ഞത് അടക്കി നിർത്തൂ. ഓക്കെ, എന്തിനെ അടക്കാനാ പറഞ്ഞത്? രശ്മീൻ വ്യൂഹ. ഇങ്ങനെയൊക്കെയുള്ള നിന്റെ കിരണങ്ങളെ നീ ഒന്ന് അടക്കൂ. ഇങ്ങനെയൊക്കെയുള്ള നിനക്ക് ഇത്രയേറെ ക്വാളിറ്റീസ് ഉണ്ട്, അങ്ങനെയുള്ള നിന്നെ എനിക്കൊന്ന് കാണണ്ടേ? അതിനു വേണ്ടി നീ എന്ത് ചെയ്യണം? രശ്മീൻ വ്യൂഹ, ആ കിരണങ്ങളെ ഒന്ന് അടക്കൂ. ആ കിരണങ്ങളെ അടക്കിയാലും തേജ സമൂഹ, ആ ചുട്ടുപഴുത്ത തേജസ്സിനെ ഒന്ന് നിയന്ത്രിക്കൂ. എനിക്ക് കാണാൻ പറ്റുന്നില്ല നിന്നെ. എനിക്ക് നിന്റെ തേജസ്സും നിന്റെ കിരണങ്ങളുടെ ആ പളവളപ്പും ഒന്നും എനിക്ക് കാണണ്ട. ഇത്രയും ജന്മങ്ങളായി അത് കണ്ട് ഞാൻ പോകുന്നു, ഇനി അത് വേണ്ട. ഇതൊക്കെ ഒന്ന് മാറ്റൂ. അത് ആവരണമാണ്, അത് മാറ്റൂ. എന്നിട്ട് എനിക്ക് നിന്നെ കാണണം, സ്വരൂപത്തെ കാണണം. ഇങ്ങനെ ഒരു ഭക്തൻ ആഗ്രഹിച്ചാൽ നമ്മുടെ ജന്മങ്ങളുടെ എണ്ണം കുറഞ്ഞു. ഈ ലോകജീവിതത്തിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കഷ്ടമാണ്. ദൈവങ്ങൾ പോലും ശരീരമെടുത്ത് ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ ആ ശരീരം എത്ര വേദനിച്ചാണ് ഇവിടെ നിന്ന് പോയിട്ടുള്ളത് എന്നാലോചിച്ച് നോക്കൂ. നമ്മൾ വെറുതെ ഇരുന്നൊരു ഉപനിഷത്ത് പഠിക്കുകയല്ല ഇത്. നമ്മുടെ ജന്മസായുജ്യത്തിനുള്ള വഴികൾ കണ്ടെത്തുകയാണ്, അല്ലേ? ഇപ്പൊ ശ്രീരാമചന്ദ്ര ഭഗവാൻ രാമായണമൊക്കെ നമ്മൾ വായിക്കും, അല്ലേ? ആ വേടന്റെ അമ്പേറ്റാണ് സരയൂ നദിയിൽ, അല്ലേ? സരയൂ നദിയിൽ പിന്നെ മുങ്ങി ജലസമാധിയാണ്. കൃഷ്ണനാണ് വേടന്റെ അമ്പേറ്റ് മരിക്കുന്നത്. അങ്ങനെ ശരീരം സ്വീകരിച്ച് ആര് ഈ ലോകത്തേക്ക് വന്നിട്ടുണ്ടോ ദൈവങ്ങൾക്ക് പോലും കഷ്ടപ്പാടാണ്. ശ്രീരാമചന്ദ്രൻ ഒരു ഭഗവാനായിട്ടാണ് അധ്യാത്മരാമായണം പറയണത്. അപ്പോൾ എങ്കിലും ജനിച്ച വന്ന് ജീവിതം തുടങ്ങുമ്പോൾ മുതൽ എത്രയോ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നത്. വനവാസം പോയി, അഭിഷേകം പോയി, വനവാസം വന്നു, സീതയെ കൊണ്ടുപോയി യുദ്ധം ചെയ്ത് തിരിച്ചു കൊണ്ടുവന്നിട്ട് വല്ല സമാധാനമുണ്ടോ? അവസാനം ശരീരം പോകുന്നത് എങ്ങനെയാ? പക്ഷെ അവിടെയൊക്കെ ആ സിറ്റുവേഷൻസ് ഓരോന്നും ഫേസ് ചെയ്യുമ്പോഴും രാമൻ എങ്ങനെ അതിനെ ഫേസ് ചെയ്തു? അതുപോലെ ഒരു മനുഷ്യൻ, ഇപ്പോൾ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളുടെ ജീവിതം നമ്മൾ പഠിക്കുമ്പോൾ എത്രയോ ക്ലേശകരമായ സാമൂഹിക സാഹചര്യത്തിലൂടെ ഗുരു നടന്നു നീങ്ങുമ്പോഴും ആ മുഖത്ത് മോദസ്ഥിരനായിട്ടാണ് ഇരുന്നത്, അല്ലേ? ശരീരം എത്ര വേദനിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ആ ആത്മപ്രതിഷ്ഠിതനായ സ്ഥിതപ്രജ്ഞനായിട്ടാണ് ആ ഇരുന്നത്. അത് ഋഷിമാരുടെ സ്വഭാവമാണത്. ശരീരത്തിന് വേണ്ടി ഒരിക്കലും അവർ ഒന്നും ചെയ്യില്ല. കാരണം ഈ ശരീരത്തിന്റെ സ്വഭാവം അവർക്കറിയാം. അവർ ശരീരത്തിൽ വരുന്നത് ഈ ലോക ജീവിതത്തിലെ അനുഗ്രഹങ്ങൾ ചൊരിയാനാണ്. ഈ പ്രാപഞ്ചിക ജീവിതത്തിലെ സത്യമറിയാതെ വിഷമിക്കുന്നവർക്ക് സത്യം പറഞ്ഞത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു രൂപം സ്വീകരിച്ചുകൊണ്ട് അവരെത്തുന്നത്. നമ്മൾ അറിവില്ലാത്ത മനുഷ്യരെ അവരെയും കൊണ്ടേ ജാതി മതം ഭേദമൊക്കെ വെച്ച് പഠിക്കാതെ വിട്ടുകളയും. അത് നമ്മുടെ അജ്ഞാനം കൊണ്ടാണ്. ഉപനിഷത്തൊക്കെ പഠിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഈ അജ്ഞാനം മാറും. ഇപ്പൊ പറയാണ് വ്യൂഹരശ്മീൻ, നിന്റെ സ്വകിരണങ്ങളെ നീ ഒന്ന് അടക്കിയാലും തേജസ് സമൂഹ, നിന്റെ തേജസ്സിനെ, ആ ചുട്ടുപഴുത്ത തേജസ്സിനെയും നീ ഒന്ന് നിയന്ത്രിക്കൂ. അപ്പോൾ ഇവിടെ പൂഷാവിനെ നമ്മൾ ഒരു ഉപാധിയായിട്ട് ആ സൂര്യനായിട്ട് സങ്കല്പിച്ചാൽ, വെറുതെ നമ്മളൊന്ന് സങ്കല്പിച്ചു നോക്കൂ, പൂഷാവ് സൂര്യനാണ്. ആ സൂര്യന്റെ കിരണങ്ങൾക്ക് എത്ര ശക്തിയാണ്, നമുക്ക് നേരെ നോക്കാൻ പറ്റില്ല. സൂര്യനിലേക്ക് നേരെ നോക്കുമ്പോൾ നമുക്ക് കണ്ണ് തുറന്നുകൊണ്ട് സൂര്യനെ നോക്കാൻ പറ്റില്ല. അത്രയ്ക്ക് ശക്തിയാണ് കിരണങ്ങൾക്ക്, ഭൂമിയിൽ നിന്ന് നോക്കിയിട്ട് പോലും, അല്ലേ? അതീവ ശക്തിയാണ്. പിന്നെ അത് തേജോവത്വമാണ്, നല്ല തേജസ്സും ഉണ്ട് അതിന്. അപ്പോൾ കണ്ണുകൊണ്ട് നമുക്ക് നേരിട്ട് ഒരിക്കലും നോക്കാനാവില്ല അതിന്. അതുപോലെ തന്നെയാണ് അത്. എന്തിനാ ഇത് പറയണേന്ന് വെച്ചാൽ, സൂര്യന്റെ കിരണങ്ങളും തേജസ്സും കൊണ്ട് നമുക്ക് സൂര്യന്റെ സ്വരൂപത്തെ കാണാൻ പറ്റുന്നില്ല. അതുപോലെ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന
സർവ പ്രാപഞ്ചിക വസ്തുക്കളും നമ്മളെ ആകർഷിപ്പിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ആകർഷണീയത, കണ്ണ് നല്ല കാഴ്ചകൾ തേടി പോകുമ്പോൾ, ചെവി നല്ല ശബ്ദങ്ങൾ തേടി പോകുമ്പോൾ, നാവ് നല്ല രസങ്ങൾ തേടി പോകുമ്പോൾ, മൂക്ക് നല്ല മണങ്ങൾ തേടി പോകുമ്പോൾ, ത്വക്ക് സുഖകരമായ സ്പർശങ്ങളൊക്കെ തേടി പോകുമ്പോൾ ഈ സൂര്യൻ്റെ കിരണങ്ങളെയും തേജസ്സിനെയൊക്കെ പോലെ നമ്മളെ ആകർഷിച്ചുകൊണ്ടേയിരിക്കും. ഭൗതികതയിലേക്ക് നമ്മളെ ആകർഷിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ ഈ ആകർഷണീയതയിലും പുറംമൂടിയിലുമൊക്കെ മയക്കുന്ന നാം അതിന് പിന്നിലിരിക്കുന്ന സത്യത്തെ ഒരിക്കലും തിരയാറില്ല. ഒരു പൂവിനെ കാണുമ്പോൾ ആ പൂവിൻ്റെ സൗരഭ്യവും അതിൻ്റെ സുഗന്ധവും അതിൻ്റെ നിറവും അതിൻ്റെ ആകൃതിയൊക്കെ നമ്മളെ വല്ലാതെ ആകർഷിപ്പിക്കും. പക്ഷേ ആ പൂവിനെ പൂവാക്കി മാറ്റിയ ചൈതന്യം എന്തെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കാറില്ല. ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കളും നമ്മുടെ മുന്നിൽ ആകർഷിതരാക്കി നമ്മളുടെ ആ മനസ്സിനെ അങ്ങോട്ട് വലിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, അതിനെ പ്രകാശിപ്പിക്കുന്ന ചൈതന്യം എന്താണെന്ന് നാം കാണാതെ പോകുന്നു, അറിയാതെ പോകുന്നു എന്നർത്ഥം. അപ്പോൾ നമുക്കറിയേണ്ടത്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ വീഞ്ഞപ്പെട്ടിയുടെ പുറത്തിരുന്നു കൊണ്ട് നാണയങ്ങൾ യാചിച്ചു കൊണ്ടിരിക്കുന്നു നാം. അപ്പോൾ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ സ്വരൂപത്തെ, അനന്തപരതയെ അറിയുവാനാകണം നമ്മൾ ഈ ലോകത്ത് ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും. അങ്ങനെയാകണം. അതായത് ഈ സ്വർണ്ണച്ചപ്പിൻ്റെ മിനുമിനുപ്പിനെ ഒന്ന് അടക്കിയാൽ നമുക്കും നേരിട്ട് സ്വരൂപത്തെ കാണാൻ പറ്റും. എപ്രകാരമാണോ സൂര്യൻ്റെ കിരണങ്ങളെയും തേജസ്സിനെയും അടക്കിയാൽ നമുക്ക് സൂര്യൻ്റെ സ്വരൂപത്തെ കാണാൻ പറ്റുന്നത്, അതുപോലെ ഈ പ്രാപഞ്ചിക വസ്തുക്കളുടെ ആ പളപളപ്പിനും മിനുമിനുപ്പും ആകർഷണീയതയും ഒക്കെ ഒന്ന് മാറ്റി നിർത്തിയാൽ, അതിൽ നിന്നും മനസ്സിനെ ഒന്ന് വ്യതിചലിപ്പിച്ചാൽ, അതെന്താണെന്ന് കാരണം തിരഞ്ഞാൽ നമുക്ക് സത്യത്തിലെത്താൻ പറ്റും. അതുകൊണ്ടാണ് ഗുരു നമ്മളോട് എല്ലാത്തിനെയും ആരായണം, അന്വേഷിക്കണം, തിരയണം എന്ന് പറയുന്ന. അതുകൊണ്ടാണ് ഓരോന്നിനെയും കാണുമ്പോൾ അതിൻ്റെ സത്യം തിരയണം എന്ന് പറയുന്നത്. ഈ അതിനെ ചൈതന്യവത്താക്കി വെക്കുന്ന സ്വരൂപത്തെ അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയണത്. നമ്മളിവിടെ ഒന്നും ആരായില്ല, ഒന്നും അന്വേഷിക്കില്ല. എങ്ങനെയൊക്കെയോ ജീവിച്ച് ഇത്രയും വരെ എത്തി, ഇനി ബാക്കിയുള്ളതും കൂടി ജീവിച്ചങ്ങ് പോവും. മറ്റാർക്കോ വേണ്ടി എരിയുന്ന മെഴുകുതിരികളായിട്ട് അങ്ങ് പോവും. അവനവൻ്റെ ജീവിതത്തിൻ്റെ ആ ലക്ഷ്യ പൂർത്തീകരണത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്യണമെന്നൊന്നും നമുക്കറിയില്ല. അതാണ് മനുഷ്യ ജീവിതത്തിൻ്റെ നിസ്സഹായത. ഇത്ര വിദ്യാസമ്പന്നരാണെന്ന് പറഞ്ഞാലും ഈ ആത്മീയ ജ്ഞാനമൊന്നും നേടാതെ ജീവിച്ചാൽ ഒരു സംതൃപ്തിയും സമാധാനവും ജീവിതത്തിൽ കിട്ടാൻ പോകുന്നില്ല, ഒരു സംശയവും ഇല്ല. അപ്പോൾ നമുക്ക് ഈ നാമരൂപാത്മകമായ ആ ആകർഷണീയതയെ ഒന്ന് അടക്കണം എന്നർത്ഥം. ഗുരു പറഞ്ഞല്ലോ, ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ എന്താ? പേരായിരം പ്രതിഭയായിരമിങ്ങിവറ്റിൽ ആരാലും വിഷയമായിരമാം പ്രപഞ്ചം. പ്രപഞ്ചത്തിന് ഇത്രയും നല്ല നിർവചനം തന്നൊരു ഋഷീശ്വരം വേറെ ഇല്ല. അതായത് ആയിരക്കണക്കിന് നാമങ്ങളും പേരുകളും ആ പേരുകളെല്ലാം ഒരു ആശയമായി നമ്മുടെ ഉള്ളിലിരിപ്പുണ്ട്. ആയിരക്കണക്കിന് അനന്തങ്ങളായ പേരുകളും ആ പേരുൾക്കൊള്ളുന്ന ആശയവും അതിൽ നിന്നുണ്ടായി വരുന്ന വിഷയജാലങ്ങളും കൊണ്ട് നിറഞ്ഞ ഈ പ്രപഞ്ചം തിരയുന്നവർക്ക് ഓരായിൽ നേര്, അന്വേഷിക്കാത്തവർക്ക് ഇത് സത്യം. കടന്നു പോകാം, ഇതിനെയൊക്കെ പാടിപ്പുകത്തിക്കൊണ്ട് കടന്നു പോകാം. എൻ്റെ ഭർത്താവ്, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, എൻ്റെ സമ്പത്ത്, എൻ്റെ കാറ്, അതിനെ വിട്ടുപിരിയാനേ എനിക്ക് പറ്റില്ല എന്നുള്ള മോഹത്തോടെ നമുക്ക് പിരിയാം. പക്ഷെ ഇതിനെയൊക്കെ തിരഞ്ഞാൽ, ഇതിൻ്റെയൊക്കെ സത്യം തിരഞ്ഞാൽ ഒന്നിനോടും ഒരു ആസക്തി പതുക്കെ നമ്മളെ ആ ഒരു ആസക്തി കുറയ്ക്കണം എന്നർത്ഥം. കുറച്ചില്ലെങ്കിലാണ് നമ്മൾ ഈ ലോക ജീവിതത്തിൽ പതിച്ചു പോണത്. വല്ലാത്ത ആസക്തിയാണ് മനുഷ്യർക്ക്. കുറച്ച് അതിനെ കുറച്ചു കൊണ്ടുപോരുക. കാരണം ഏത് നിമിഷമാണ് നമ്മളിവിടുന്ന് വിട്ടുപോണേന്ന് ഒരു മനുഷ്യർക്കും പറയില്ല. ഇപ്പൊ രാമായണമൊക്കെ പറയണ പോലെ കാലാഹിനാ പരിഗ്രസ്തമാം ലോകവും ആലോല ചേതസ ഭോഗങ്ങൾ തേടുന്നു. കാലമാകുന്ന പാമ്പിന്റെ വായിൽ പെട്ടിരിക്കുന്നവരാ നമ്മള്. ആ കാലമാകുന്ന പാമ്പ് നമ്മളെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഓരോരുത്തരും എവിടെ വരെ വിഴുങ്ങി? ചിലരുടെ കാല് വരെ ആയിരിക്കാം, ചിലരുടെ വയറു വരെ ആയിരിക്കാം, ചിലരുടെ നെഞ്ചു വരെ ആയിരിക്കാം, ചിലരുടെ തല മാത്രമേ വിഴുങ്ങാനുണ്ടാവുള്ളൂ. നമുക്കറിയില്ല എവിടെ വരെ വിഴുങ്ങിയിട്ടുണ്ടെന്ന്.
അതുകൊണ്ടാണ് എന്നിട്ടും നമ്മൾ ആ ആലോല ചേതസ ഭോഗങ്ങൾ തേടുന്നു, സുഖഭോഗ വസ്തുക്കളെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കും ഈ പ്രാണൻ വിടിയുന്നത് വരെ. എന്നാലും നമ്മൾ എന്താണെന്നൊന്ന് തിരിഞ്ഞു നോക്കി അന്വേഷിക്കാനുള്ള സമയം ജീവിതത്തിൽ മാറ്റിവെക്കില്ല എന്നർത്ഥം. അതാണ്, അതിനു വേണ്ടിയിട്ടൊക്കെയാണ് നമ്മളൊന്ന് രക്ഷപ്പെടാനുള്ള മന്ത്രമായിട്ടാണ് ഈ ഉപനിഷത്തൊക്കെ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ പറയാണ്, കണ്ടു ഇവിടെ നമ്മൾ പറഞ്ഞു വ്യൂഹരശ്മീൻ, പിന്നെ തേജ സമൂഹ. എന്നിട്ട് പറയാണ് തേജോയത്തേ രൂപം കല്യാണതമം, തേജോയത്തേ രൂപം കല്യാണതമം തത്തേ പശ്യാമി. ഈ രശ്മികളെയൊക്കെ അടക്കണം എന്തിനാന്ന് വെച്ചാൽ കല്യാണതമം രൂപം, കല്യാണകളേബരം എന്ന ഗുരു അതിന് മലയാളത്തിൽ നമുക്ക് തന്നത്. നിന്റെ ആ മംഗളകരമായ സ്വരൂപത്തെ, കളേബരം എന്ന് പറഞ്ഞ ശരീരം, അതിന്റെ സ്വരൂപം നമുക്കിവിടെ അർത്ഥം കൊടുക്കണം. നിന്റെ മംഗളകരമായ സ്വരൂപത്തെ, ആനന്ദാത്മകമായ ആ സ്വരൂപത്തെ, ആ കല്യാണതമം, സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലാണ് പറഞ്ഞിരിക്കുന്നത്. കല്യാണതരമല്ല, കല്യാണതമം. കല്യാണതരം, കല്യാണതമം, ഏറ്റവും ഉയർന്ന തലത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. നിന്റെ ആ കല്യാണതമം രൂപം, ആ രൂപം എനിക്കൊന്ന് കാണണം. അതിനുവേണ്ടി നീ ഇതിനെയൊക്കെ ഒന്ന് അടക്കി തരുമെന്ന് പറയാണ്. നിന്റെ സ്വരൂപം കല്യാണതമം എന്ന് പറഞ്ഞാൽ അതും ആനന്ദ സ്വരൂപമാണെന്ന് അർത്ഥം. അതിനാൽ മംഗളാത്മകമായ സ്വരൂപം എന്ന് പറഞ്ഞാൽ അത് ഈശനാണ്. രൂപം എന്ന് പറഞ്ഞാൽ സൗന്ദര്യം എന്നുള്ള അർത്ഥമാണ്. നിന്റെ ആ രൂപം എനിക്കൊന്ന് കാണണം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. വ്യാകുലതയോടെ, തികച്ചും ഒരു അടീയ മനോഭാവത്തോടെ, അഹങ്കാരം വെടിഞ്ഞിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കണം. ഭഗവാനെ, എന്താ നിന്റെ സ്വരൂപം? ഞാനിങ്ങനെ ഈ ശരീരത്തിൽ എത്ര നാളുകളായി ജീവിക്കാൻ തുടങ്ങിയിട്ട് എന്നെ ചൈതന്യവത്താക്കി വെക്കുന്ന ഒരു സ്വരൂപം ഇല്ലേ? അത് ഈ ശരീരം അല്ലല്ലോ. കാരണം ഈ ശരീരമാണെങ്കിൽ ഇത് എത്ര ഭംഗിയായിരുന്നു കുറച്ച് നാളൊക്കെ മുമ്പ്. അതായത് ഇപ്പതാ ഈ ചുളിഞ്ഞും മുടി പോയും പിന്നെ പല്ലു പോയും ഒക്കെ ഇങ്ങനെ അതിങ്ങനെ ജീർണതയിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഭഗവാനെ, എന്നോട് നീ ഒന്ന് പറഞ്ഞു തരണം. എനിക്ക് നിന്റെ രൂപം എന്താണ്? അതെനിക്കൊന്ന് കാണിച്ചു തരൂ. അതെനിക്ക് കണ്ടേ മതിയാവൂ. ഒരു നല്ല ജിജ്ഞാസ അങ്ങോട്ട് വരട്ടെ. എനിക്ക് ആ സ്വരൂപം കണ്ടേ മതിയാവൂ, അറിഞ്ഞേ മതിയാവൂ. ഇങ്ങു കാൺമാനായി നിൻ കല്യാണകളേവരം, അല്ലേ? അതിനെനിക്ക് ആവുന്നില്ലെങ്കിൽ എന്തിനാ ഭഗവാനെ എനിക്ക് ഈ ജന്മം തന്നെ? സങ്കടം വരും നോക്ക്. എനിക്ക് ഗുരു നമ്മളെ എത്ര കരുണയോടുകൂടിയാണ് ഈ ഉപനിഷത്ത് പഠിപ്പിക്കാൻ ശ്രമിച്ചത്. മലയാളത്തിലേക്ക് തന്നു അത്. എന്നിട്ട് പറഞ്ഞു, പഠിക്കൂ. നീ ഇവിടെ ദീനം പിടിച്ചും മധുര അത് കുടിച്ചും കടന്നു പോകാതെ സത്യം അറിഞ്ഞ് കടന്നു പോകൂ. ഇതിനെനിക്ക് ആയില്ലെങ്കിൽ എനിക്ക് എന്തിനാ ഭഗവാനെ മനുഷ്യജന്മം തന്നത് എന്ന് വളരെ ദീനമായിട്ട് ചോദിക്കണം, അല്ലേ? അതുകൊണ്ടാണ് പറയുന്നത്, നമ്മളെപ്പോഴും പറയുന്ന കണ്ണെന്തിനു തന്നു ഭഗവാൻ, അല്ലേ? നാരായണനെ കാണാൻ, ഈശ്വരനെ കാണാനാണ് കണ്ണ് തന്നത്. ആ കണ്ണുകളെ ഉള്ളടക്കിയിട്ട് കാണേണ്ടത് ഈശ്വരനെയാണ്. പക്ഷെ അത് നമ്മുടെ സൃഷ്ടാവ് ഒരു പരിമിതി വെച്ചുകൊണ്ട് അതിനെ പുറത്തേക്ക് വെച്ച് സൃഷ്ടിച്ചപ്പോൾ നമ്മൾ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് എന്തൊരു ഭംഗി ആസ്വദിച്ച് നടക്കുക. ക്രമേണ കാഴ്ച, ആ ബാഹ്യേന്ദ്രിയത്തിന്റെ കാഴ്ച നഷ്ടപ്പെട്ട ഭംഗി അവസാനിച്ചു. ഒരു ഭംഗിയും ആസ്വദിക്കേണ്ടത് ഉള്ളിലേക്കൊന്ന് തിരിച്ചു വെക്കുക. തിരിച്ചു വെക്കുമ്പോൾ അനുഭവിക്കാനാവുന്ന ആനന്ദം അതിരറ്റതാണ്. അതുപോലെ കാതെന്തിനു തന്നു ഭഗവാൻ, അല്ലേ? നാരായണനെ കേൾക്കാൻ നാവെന്തിനു തന്നു ഭഗവാൻ, നാരായണ നാമം ചൊല്ലാൻ. ഇതാണ് ഇന്ദ്രിയങ്ങള് നമുക്ക് തന്നിരിക്കുന്നത് നമ്മുടെ സ്വരൂപത്തെ അറിയാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഗുരു പിണ്ടനന്ദിയിൽ പറഞ്ഞത്, പൊന്നപ്പനന്ന് പൊറിവാതിലൊരഞ്ചുമിട്ടു തന്നിട്ടു തന്നെ ഇതുമെന്നറിയുന്നു ശംഭോ. ആ 5 ഇന്ദ്രിയങ്ങൾ ഇട്ട് തന്നത് കൊണ്ടാണ് എനിക്ക് നിന്നെ അറിയാൻ പോലും, അതിനെ അടക്കി നിന്നെ അറിയാൻ പോലും സാധിക്കുന്നത് എന്ന്. അപ്പോൾ ഈ ഇന്ദ്രിയങ്ങളെ അടക്കണം, തൻ്റെ സ്വരൂപം എന്താണെന്ന് കാണിച്ചു തരണമെന്ന് അടങ്ങാത്ത ആഗ്രഹം ജഗദീശ്വരൻ്റെ മുന്നിൽ വയ്ക്കണം. അതിന് വലിയ വിദ്യാഭ്യാസമൊന്നും വേണ്ട.
ഒരു അക്ഷരങ്ങൾ പോലും എഴുതാൻ അറിയണ്ട, മനസ്സിലടങ്ങാത്ത ആഗ്രഹം ഉണ്ടായാൽ മതി. ഈ കാണുന്നതെല്ലാം നശിക്കുന്നതാണ്, ഈ ശരീരവും നീർക്കുമിള പോലെ നിലയേറ്റതാണ്, കണ്ണുകൊണ്ട് കാണുന്നതൊന്നും നിത്യമല്ല, പിന്നെ അതിനപ്പുറമുള്ള സത്യം എന്താണ് ഭഗവാനെ, ഈ ജന്മത്തിൽ എനിക്കതൊന്ന് കാണിച്ചു തരൂ എന്നൊന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കണം. എന്നിട്ട് പറയാണ്, കണ്ടുകൂടാത്തതായി കണ്ണുകൊണ്ട് കാണപ്പെടുന്നതായി, അല്ലെ? തേജോയത്തേ രൂപം കല്യാണതമം തത്തേ പശ്യാമി. ഇത് ഗുരു പറഞ്ഞു തന്നിരിക്കുന്നതാണ്. കണ്ടുകൂടാത്തതായി കണ്ണുകൊണ്ട് കാണപ്പെടുന്നതായി. അതായത് കണ്ടുകൂടാത്തതായി എന്ന് പറഞ്ഞാൽ അത് പുറം കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ലാത്തത് കൊണ്ടാണ് കണ്ടുകൂടാത്തതായി എന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു വൃക്ഷത്തെ നമ്മൾ കണ്ടാൽ ആ വൃക്ഷത്തിലിരിക്കുന്ന രസം എന്തെന്ന്, ചൈതന്യം എന്തെന്ന് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. ഒരു മാമ്പഴം നമ്മൾ ഭക്ഷിക്കുമ്പോൾ അതിൻ്റെ രസത്തെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. അതുപോലെ തന്നെ ആത്മസ്വരൂപത്തെ, നമ്മുടെ ജീവനെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. അപ്പോൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തതാണ്, പുറം കണ്ണുകൊണ്ട് അതിനെ കാണാനാവുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ആ കല്യാണ കളേബരം കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ബുദ്ധിയെ അന്തർമുഖമാക്കണം. അത് കണ്ണുകൾ 5 മുള്ളടക്കണം. എന്നിട്ട് തെരുതരെ വീണു വണങ്ങണം. തെരുതരെ എന്നും ആ ആഗ്രഹത്തെ, എന്നും ആ ജഗദീശ്വര ചൈതന്യത്തെ അറിയുവാനായിട്ട് എന്നും അതിനെ സ്മരിച്ചുകൊണ്ടേയിരിക്കുക. തെരുതരെ ഇന്ദ്രിയങ്ങൾ അതിലേക്ക് സഞ്ചരിക്കാനുള്ള ഒരു ധ്യാനാത്മകത നമുക്ക് ഉണ്ടായി വരണം. അപ്പോൾ ബുദ്ധിയെ അന്തർമുഖമാക്കണം. ദേവതാ സ്വരൂപത്തിൽ അങ്ങനെ ബുദ്ധിയെ തെളിയിച്ച് നല്ല വഴിയെ കൊണ്ടുപോകണം എന്ന് ഗുരു പറഞ്ഞ നല്ല വഴി ഇതാണ്. അങ്ങനെ ആ ദേവതാ സ്വരൂപമാണ് നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന ദേവതാ സ്വരൂപമാണ്. കാരണം നമുക്കിപ്പോൾ പരബ്രഹ്മത്തെ ആരാധന ചെയ്യാൻ, നേരിട്ട് ആരാധന ചെയ്യാനുള്ള അറിവില്ല. നമ്മൾ ഭ്രമിച്ചിരിക്കുന്നവരാണ്. അപ്പം നമ്മുടെ മുമ്പിൽ ഒരു ഉപാധിയുണ്ട്, പൂഷൻ. ആ പൂഷനോടാണ് നമ്മൾ യാചിക്കുന്നത്, എനിക്ക് രക്ഷപ്പെടണമെന്നുണ്ടെന്ന്. അതിന് സ്വരൂപത്തെ കാണിച്ചു തരണം. അതിന് നീ നിന്റെ കിരണങ്ങളൊക്കെ നീട്ടി നിന്റെ തേജസ്സൊക്കെ കാണിച്ച് എന്നെ അങ്ങനെ കൊതിപ്പിക്കണ്ട, അതൊന്നും എനിക്ക് വേണ്ട, അതിനപ്പുറമുള്ള നിന്റെ സ്വരൂപത്തെ എനിക്ക് വേണം എന്ന് പറയാണ്. അപ്പോൾ ദേവതാ സ്വരൂപത്തിലെ മനസ്സ് നല്ലവണ്ണം ധ്യാനനിഷ്ഠമാകുമ്പോൾ നമുക്ക് മനസ്സിലാകും സൂര്യശരീരത്തിലുള്ള ആ പുരുഷനും എന്നിലെ പുരുഷനും ഒന്ന് തന്നെയാണെന്ന് മനസ്സിലാവും എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ മനസ്സിൻ്റെ മാലിന്യങ്ങൾ അകറ്റുക. അപ്പോൾ നമുക്ക് ഭഗവാനെ കാണാൻ സാധിക്കും. അപ്പോൾ കണ്ടുകൂടാത്തതായി എന്ന് പറഞ്ഞാൽ ജഗദീശ്വരനെ അദൃശ്യനും അവ്യവഹാര്യനും അഗ്രാഹ്യനും ആണ്. അതുകൊണ്ട് കണ്ണുകൊണ്ട് കണ്ടുകൂടാത്തതാണ്, കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തതാണ്. പിന്നെ അടുത്തത് പറയാണ് കണ്ണുകൊണ്ട് കാണപ്പെടുന്നതായി. നീ ഒരുപോലെ തന്നെ കണ്ടുകൂടാത്തതുമാണ്, കണ്ണുകൊണ്ട് കാണപ്പെടുന്നതുമാണ്. കണ്ണുകൊണ്ട് കാണപ്പെടുന്നതാണ് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പേരായിരം പ്രതിഭമയായിരം ഇങ്ങിവറ്റിൽ ആരാലും വിഷയമായിരമാം പ്രപഞ്ചം. ആയിരക്കണക്കിന് വിഷയജാലങ്ങളോട് കൂടിയ ഈ പ്രപഞ്ചത്തെ നാം കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുക. പക്ഷെ ആ കണ്ണുകൊണ്ട് കാണുന്നതൊന്നും നിത്യമല്ല എന്ന് ഗുരു നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്, അല്ലേ? അപ്പോൾ കണ്ണുകൊണ്ട് കാണപ്പെടുന്നത് അത് ഒരുപോലെ തന്നെ എന്താണ്? കണ്ടുകൂടാത്തതാണ്, സ്വരൂപം അറിയാൻ പറ്റാത്തതുമാണ് എന്നർത്ഥം. അപ്പം നീ കണ്ണുകൊണ്ട് കാണപ്പെടാത്തതുമാണ്, അത് കാണുന്നതുമാണ്. 2 രൂപത്തിലാണ് നീ നിൽക്കുന്നത്. പക്ഷെ ആദ്യത്തേത് നശിക്കുന്നതാണ്, ആദ്യത്തേത് സത്യമല്ല. അതിൻ്റെ ആ പ്രപഞ്ച വസ്തുക്കളെ ആ നശ്വരതയെ അറിയുമ്പോഴാണ് നമുക്ക് കണ്ടുകൂടാത്തതിലേക്ക് എത്താൻ സാധിക്കുന്നത്. ആദ്യം പ്രപഞ്ചത്തെ തന്നെ അറിയണം. അതാണല്ലോ ഉപനിഷത്ത് ഋഷിമാർ നമ്മളെ പഠിപ്പിക്കുന്നത്. ആദ്യം പ്രപഞ്ചത്തെ പഠിക്കുക, അതിൽ സത്യമില്ലെന്ന് അറിയുമ്പോഴാണ് അതിനപ്പുറമുള്ള ചൈതന്യത്തെ നമ്മൾ അന്വേഷിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഗുരു പറഞ്ഞത്, ഒന്നുണ്ടു നേരല്ലിതൊന്നും മർത്യർക്ക് സത്യവും ധർമ്മവും വേണം, ആയുസ്സും നിൽക്കുകില്ലാർക്കും ഓർക്കുക. ഒന്നുണ്ട് നേരല്ലിതൊന്നും. കണ്ണുകൊണ്ട് കാണപ്പെടുന്നതായി എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണപ്പെടുന്നതായിട്ടും നീ നിൽക്കുന്നുണ്ട്, പക്ഷെ അത് നേരല്ല ദൃശ്യം എന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ മനസ്സ് മലിനമായിരിക്കുന്നു. അതിനകത്ത് ജന്മാന്തരങ്ങളായിട്ടുള്ള രാഗദ്വേഷങ്ങളും വാസനകളും അടക്കി വെച്ചിരിക്കുന്നു.
ആ വാസനയൊക്കെ കുറച്ച് കുറഞ്ഞവർക്കാണ്, ആ പളവളപ്പൊക്കെ കുറച്ച് അതിൽ ഭ്രമിക്കാത്തവരാണ് ഇതുപോലെ ഉപനിഷത്തൊക്കെ ചെവി കൊണ്ട് കേൾക്കാൻ എത്തിയിരിക്കുന്നത്. അപ്പം നമ്മൾ വെറുതെ കേട്ടാൽ മതി. കേൾക്കുമ്പോൾ ഉറക്കം വരുവാണോ ഉറങ്ങിക്കോ. പക്ഷെ എന്നാലും ആ ശ്രവണം പതുക്കെ 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 നമ്മുടെ മനസ്സ് അടക്കിയിട്ട് നമ്മളെ അതിലേക്ക് എത്തിക്കും, സംശയമൊന്നുമില്ല. എല്ലാം നമ്മൾ അക്കാഡമിക് ലെവലിൽ എടുത്തിട്ട് തല ചൂടാക്കണ്ട. കേൾക്കുക, കേട്ടിട്ട് എല്ലാം മറക്കുക. എന്ത് പിന്നെ ബാക്കി അവശേഷിക്കുന്നു, അതാണ് നമ്മൾക്ക് നമ്മുടെ ഉള്ളിലേക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ പ്രപഞ്ചത്തിലെ നമ്മുടെ ശരീരം ഉൾപ്പെടെയുള്ള സകലതും ചലിച്ചു പരിണമിക്കുന്നതാണ്. അപ്പം നമ്മൾ തിരയുന്നത് അതിനപ്പുറമുള്ള ഒരു സത്യത്തിലേക്ക് എത്താൻ വേണ്ടിയുള്ള വഴികൾ തിരയുകയാണ്. അതിന് ഉപനിഷത്ത് ഋഷി അതിനെങ്ങനെ സഞ്ചരിക്കണം എന്ന് പറയുന്നതിൻ്റെ ഇടയിലാണ് പറഞ്ഞത്, ഒരു ഉപാധിയെ വെച്ചുകൊണ്ട്, ഭൂഷൻ എന്ന ഉപാധിയെ വെച്ചുകൊണ്ട് നീ നിന്റെ മനസ്സിനെ അടക്കി സഞ്ചരിക്കൂ എന്ന് പറഞ്ഞു തരികയാണ്. അപ്പോൾ ഇനി ഇങ്ങനെ പറയുക, ആ മനസ്സിലെ മാലിന്യം കണ്ണീര് കൊണ്ട് കഴുകിക്കളയുക ഭഗവാന്റെ അടുത്ത്. എന്നിട്ട് പറയുക, ഇനി ഞാൻ ശരിയായ വഴിയെ നടന്നുകൊള്ളാമേ എന്നൊന്ന് പ്രാർത്ഥന ചെയ്താൽ തന്നെ നമ്മളുടെ വാസന കുറെ കുറയും. കാരണം നമ്മൾ ഈ ഗർഭപാത്രത്തിൽ വെച്ച് 9-ാം മാസത്തിലെ ഒരു പ്രതിജ്ഞയൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട്. ആ അന്നുള്ള വേദന മറന്നത് നന്നുണർന്നാൽ ഇന്നിങ്ങുതൻ എരിയിൽ വീണ് മരിക്കുമയ്യോ എന്ന് പറഞ്ഞല്ലേ. ആ ഇച്ചിരി ഉള്ള അറയില് ചുരുണ്ടുകൂടി കിടന്ന് അമ്യൂട്ടി ഫ്ലൂയിഡിൽ കിടന്ന് എത്രയോ വേദനകൾ അനുഭവിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു, ഇനി ഒരു ഗർഭപാത്രത്തിൽ ഞാൻ ജനിക്കില്ല അല്ലേ. അതോ കർമ്മപ്രസംഗാത് കലയതി കലുഷാം മാതൃക്ഷോ സ്ഥിതം വാം വെൺമൂത്രാമേധ്യമധ്യേ കൊതേതി നിതരാം ശക്യതേ കേന ഭക്തും. ആർക്ക് പറയാൻ സാധിക്കും ഞാൻ അതിനകത്ത് കിടന്ന് അനുഭവിച്ച പുളച്ചില്. അപ്പൊ പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്, ഇനി ഞാൻ ഈശ്വരനെ അറിഞ്ഞ് രക്ഷപ്പെട്ടോളാമേ. ഇനി ഞാൻ ഈ ലോകത്തിലെ കർമ്മങ്ങളിൽ അഭിരമിച്ച് ഇനിയും ജന്മാന്തരങ്ങളിലേക്ക് പോകില്ല എന്ന് പ്രതിജ്ഞ ചെയ്തിട്ട് വന്നവരാ നമ്മളെല്ലാവരും. പക്ഷെ നമ്മൾ പ്രതിജ്ഞ ലംഘിച്ചിരിക്കുന്നു. പ്രപഞ്ചത്തിലേക്ക് വന്നപ്പോൾ നമ്മൾ പ്രപഞ്ചത്തിന്റെ ഭാഗമായിക്കൊണ്ട് പുറത്തെ ദൃശ്യങ്ങൾ തേടിക്കൊണ്ട് നടന്നിട്ട് തേടേണ്ടതിനെ ഒട്ട് തേടിയേയില്ല. അതാണ്. അതുകൊണ്ടാണ് ഇനിയെങ്കിലും നമ്മൾ യൂട്ടേൺ എടുത്ത് പോരാൻ ശ്രമിക്കുക. എന്നിട്ട് ഇനി എന്നെ ശരിയായ വഴിയിലൂടെ നടത്തണമെന്ന് ആ കണ്ണീരുകൊണ്ട് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുക. അപ്പോൾ തന്നെ നമ്മുടെ ദുഃഖങ്ങളൊക്കെ കുറെ കുറയും. എന്നിട്ട് പറയാണ്, അപ്പോൾ അടക്കുകെങ്ങു കാൺമാനായി നിൻ കല്യാണകളേവരം കണ്ടുകൂടാത്തതാണ്, അതുപോലെ തന്നെ കണ്ണുകൊണ്ട് കാണപ്പെടുന്നതുമാണ് നീ. കണ്ണുകൊണ്ട് കാണപ്പെടുന്നത് പ്രപഞ്ച നാമരൂപങ്ങളുടെ രൂപത്തിൽ കണ്ണുകൊണ്ട് കാണാം. പക്ഷെ ആ നാമത്തിനും രൂപത്തിനും അപ്പുറമുള്ള ചൈതന്യം കണ്ണുകൊണ്ട് കാണപ്പെടാത്തതാണ്, കണ്ടുകൂടാത്തതാണ്. അതാണ് നമ്മൾ ധരിക്കേണ്ടത്. എന്നിട്ട് പിന്നെ പറയാണ്, നിന്നിൽ നിൽക്കുന്ന പുരുഷാകൃതി ഏതാണതാണു ഞാൻ. അവിടെയാണ് ഒരു ഉപാസകൻ തൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നൊരു അവസ്ഥ നമുക്ക് കാണാം. ഇതൊക്കെ സത്യം അറിഞ്ഞറിഞ്ഞ് ഓരോ പടിയിൽ നിൽക്കുമ്പോൾ പറയാണ്, യഹ അവസാനത്തെ വരി, യോ അസാവസൗ പുരുഷഃ സോഹമസ്മി. യോ അസാവസൗ പുരുഷഃ സോഹമസ്മി. എങ്ങനെ പിരിക്കാം? യോ അസാവസൗ പുരുഷഃ സോഹമസ്മി. യഹ അസൗ പുരുഷഃ സഹ അസൗ അഹം അസ്മി. യഹ അസൗ യഹ പ്ലസ് അസൗ പ്ലസ് അസൗ അല്ലെ, 2 അസൗ ഉണ്ട്. യോ അസാവസൗ, യഹ അസൗ പ്ലസ് അസൗ പ്ലസ് പുരുഷഃ സഹ പ്ലസ് അഹം പ്ലസ് അസ്മി, സോഹമസ്മി. അപ്പോൾ പറയാണ്, യഹ അസൗ പുരുഷഃ സഹ അസൗ അഹമസ്മി. അതാണ് ഇപ്പോൾ ടീച്ചർ പറഞ്ഞത്. അതായത് യഹ എന്ന് പറഞ്ഞാൽ യാതൊരുവനാണോ, അസൗ പുരുഷഃ ആ പുരുഷൻ. നമ്മൾ പറഞ്ഞല്ലോ, നിന്നിൽ നിൽക്കുന്ന പുരുഷാകൃതി ഏതാണതാണു ഞാൻ നമ്മൾ അറിയാൻ പോവുകയാണ്. യഹ അസൗ പുരുഷഃ നീയാകുന്ന പുരുഷൻ ആരാണോ, യാതൊരുവനാണോ ആ പുരുഷൻ, സഹ അവൻ, സഹ അസൗ ആ അവൻ, അഹമസ്മി ഞാൻ തന്നെയാണ് എന്നറിയുകയാണ്. നിന്നിൽ നിൽക്കുന്ന പുരുഷാകൃതി ഏതാണ് അതാണു ഞാൻ. നിന്നിലുള്ള ആ ചൈതന്യം ഏതാണോ,
ഞാനും അതുതന്നെയാണ് എന്ന് അറിയണം ഉപാസകൻ. അതാണ് യോ അസാവസൗ പുരുഷ സോഹമസ്മി. യാതൊരുവനാണോ ആ പുരുഷൻ, അവൻ ഞാൻ തന്നെയാകുന്നു എന്നാണ് എൻ്റെ അർത്ഥം. യാതൊരുവനാണോ ആ പുരുഷൻ, അവൻ ഞാൻ തന്നെയാകുന്നു. ഇവിടെ സോഹം എന്നുള്ളത് ഒരു ധ്യാനാത്മകമായ മന്ത്രമാണ്. നമുക്ക് അത് മാത്രം ഉപാസന ചെയ്യാം, സോഹത്തെ ഉപാസന ചെയ്യാം. ഞാൻ ആ ഈശ്വരനാണ്, സോഹം സോഹം എന്ന് അർത്ഥം അറിഞ്ഞുകൊണ്ട് ഉപാസന ചെയ്താൽ തന്നെ നമ്മുടെ കുറേ മാലിന്യങ്ങൾ കഴുകിപ്പോവും. ഞാൻ രാമനും കൃഷ്ണനും ഒന്നുമല്ല, ഞാൻ നീ തന്നെയാണ് ഭഗവാനെ, ഞാൻ നീ തന്നെയാണ് എന്ന് പറയുമ്പോൾ പതുക്കെ 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 മനസ്സടങ്ങും നമ്മുടെ. ഇപ്പോൾ അരുളുള്ളവനാണ് ജീവി തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അഹം ബ്രഹ്മാസ്മിയോ തത്വമസിയോ സോഹമോ ഏതെങ്കിലും ഒരെണ്ണം ഒരു അരമണിക്കൂർ കണ്ടിന്യൂസ് അതിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ഉപാസന ചെയ്യുക. നമ്മൾ ഓടി നടക്കലിൻ്റെ സ്പീഡൊക്കെ കുറച്ച് കുറയ്ക്കുക. ക്ഷേത്രങ്ങൾ തോറും ഒക്കെ നടക്കുന്ന സമയത്ത് എവിടെയെങ്കിലുമൊക്കെ ഒരു ക്ഷേത്രത്തിൽ ചെന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാനുള്ള എല്ലാം അവിടെ സമർപ്പിച്ചിട്ട് നമ്മളൊന്ന് സ്വസ്ഥമായി ഇരിക്കാൻ ശ്രമിക്കുക. അതാണ് നമ്മൾ വേണ്ടത്. ഓട്ടത്തിൻ്റെ സ്പീഡ് ഉപനിഷത്തൊക്കെ പഠിച്ചു കഴിയുമ്പോൾ കുറയും. എന്തിനാണ് ഞാൻ വന്നത് എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓട്ടത്തിൻ്റെ സ്പീഡ് കുറയും. എന്ന് ചോദിക്കാൻ വേണ്ടി നമ്മൾ ഓടില്ല. ശരിയാണ്, നമുക്ക് ധാരാളം ദുഃഖങ്ങളുണ്ട്, നമ്മളെ കൊണ്ട് തന്നെ അത് തരണം ചെയ്യാനും നമുക്ക് പറ്റുന്നില്ല. അത് നമുക്ക് എല്ലാം അറിയാതെ. പക്ഷെ നമ്മുടെ ഉള്ളിലൊരു ചൈതന്യമുണ്ട്. ആ ചൈതന്യ പുരുഷനെ എല്ലാം സോൾവ് ചെയ്യാനുള്ള പവർ നമുക്ക് അവിടെ വെച്ചിട്ടുണ്ട്. അത് പുറത്തുനിന്ന് ആരും നമുക്ക് സഹായത്തിന് ഉണ്ടാവില്ല. ആ ശക്തി തന്നെയാണ് എല്ലാത്തിനെയും കൊണ്ട് ഇതിനെ സോൾവ് ചെയ്യിപ്പിക്കുന്നത് എന്നൊന്ന് അറിഞ്ഞാൽ മതി. ആ ഒരു അറിവാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ പുരുഷ എന്ന് പറഞ്ഞ അർത്ഥം പുരേ ശേതേ ഇതി പുരുഷ എന്നർത്ഥം. പുരത്തിൽ വസിക്കുന്നവനാണ് പുരുഷൻ. പുരേ ശേതേ ഇതി പുരുഷ. പുരം എന്ന് പറഞ്ഞ പട്ടണം എന്നുള്ള അർത്ഥം പറയാം. അപ്പോൾ യാതൊരുവനാണോ ആ പുരുഷൻ, അവൻ ഞാൻ തന്നെയാണ്. സൂര്യനിലുള്ള ചൈതന്യം അല്ലെങ്കിൽ പൂഷനിലുള്ള ചൈതന്യ പുരുഷൻ ഏതാണോ അത് തന്നെയാണ് ഞാൻ എന്ന് ഉപാസകൻ അറിയണം. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. അപ്പോൾ പുരുഷ ശബ്ദത്തിന്റെ വിഗ്രഹം പറഞ്ഞാൽ പുരേ ശേത ഇതി പുരുഷ. പുരം എന്ന് പറഞ്ഞ പട്ടണം, അങ്ങനെയാണ് പുരുഷൻ. അപ്പോൾ ഈ വിശ്വത്തെ, ഈ പ്രപഞ്ചത്തെ മുഴുവൻ നമുക്കൊരു പുരമാക്കി എടുക്കാം. അപ്പോൾ അങ്ങനെ ഈ പ്രപഞ്ചത്തെ ഒരു പുരമാക്കി എടുത്താൽ അതിൽ വസിക്കുന്ന ഈശൻ പുരുഷനാണെന്ന് പറയാം. ഇപ്പൊ ഭാഗവതമൊക്കെ പറയുന്നത് എല്ലാവരുടെയും ഹൃദയത്തിൽ വസിക്കുന്ന ആ ഈശ്വരനെ അറിയാതെ കൃത്രിമമായി ക്ഷേത്രം കെട്ടിവെച്ചിട്ട് അതിലാണ് ഈശ്വരനെ കാണുന്നത് എന്ന് ഭാഗവതം പറയും നമ്മുടെ അടുത്ത്, അല്ലേ? ആ കൃത്രിമമായ ക്ഷേത്രത്തിലാണ് നമുക്ക് വിശ്വാസം. നമ്മുടെ ദേഹമാവുന്ന പുരത്തിൽ, ആ ക്ഷേത്രത്തിൽ ഇരിക്കുന്ന ആ ഈശനെ കാണാൻ നമുക്കുള്ള അറിവില്ല. വിഡ്ഢികളായ അജ്ഞരായ നമ്മൾ അതിന് അറിവില്ലാത്തതുകൊണ്ടാണ് ഓടി നടക്കുന്നത് എന്നർത്ഥം. അപ്പോൾ ഈ പ്രപഞ്ചത്തിലാകമേ സമഷ്ടി രൂപത്തിൽ നോക്കിയാൽ ഈ പ്രപഞ്ചത്തിലെ ഓരോന്നിലും ചൈതന്യമായി ഇരിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് വിശ്വത്തെ മുഴുവൻ ഒരു പട്ടണമായി, ഒരു പുരമായി എടുത്താൽ അതിൽ വസിക്കുന്ന ഈശൻ പുരുഷനാണെന്ന് നമുക്ക് പറയാം. പ്രപഞ്ചത്തിനാകവേ ചൈതന്യമായി വസിക്കുന്നുണ്ട്. അതിന് നമ്മൾ വിരാട് പുരുഷൻ എന്നൊക്കെ ഉപനിഷത്ത് പഠിപ്പിച്ചു തരും. ഇനി ഓരോ വ്യക്തിയെയും വ്യഷ്ടി രൂപത്തിൽ എടുക്കുമ്പോൾ ഓരോ വ്യക്തിയുടെയും ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈശ്വരാംശത്തെയും പുരുഷൻ എന്ന് പറയാം. അപ്പൊ ഇത് രണ്ടും ഒന്നാണെന്ന് അറിയലാണ് സഹ അഹം. ആ അവൻ ഞാൻ തന്നെ എന്ന് അറിയലാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. ഓർക്കണം, ഈ വിശ്വത്തെ മുഴുവൻ ഒരു പുരമായി എടുത്താൽ അതിൽ വസിക്കുന്നവൻ പുരുഷൻ എന്നർത്ഥം കൊടുക്കാം. ഈ വ്യഷ്ടി ശരീരത്തിൽ എന്നെ ഒരു പുരമായി എടുത്താൽ അതിൽ വസിക്കുന്നവൻ ഈശൻ, അവനെയും പുരുഷൻ എന്ന് പറയാം. അപ്പൊ ഈ രണ്ടർത്ഥത്തിലാണ് പുരുഷൻ എന്ന പദം വരുന്നത്, ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ദേഹത്തിലും പ്രപഞ്ചമാകുന്ന പുരത്തിലും വസിക്കുന്ന പുരുഷനെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. ദേഹത്തിൽ ഒരു പുരുഷനുണ്ട്, ആത്മചൈതന്യമുണ്ട്. ഈ പ്രപഞ്ചത്തിനുമാകവേ ഒരു ചൈതന്യമുണ്ട്. അതിനെ നമുക്ക് കണ്ണുകൊണ്ട് ഒരിക്കലും കാണാനാവില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു പ്രതീകത്തെ മാധ്യമമാക്കിയിട്ട്, മനസ്സിനെ ഏകാഗ്രമാക്കിയിട്ട് ആ പുരുഷനെ കാണാൻ പ്രയത്നിക്കുകയാണ്. ഒരു പ്രതീകത്തെ വെച്ചുകൊണ്ട് മനസ്സിനെ ധ്യാനാത്മകമാക്കിയിട്ട് ആ പുരുഷനിലേക്ക് യാത്ര ചെയ്യാൻ ശ്രമിക്കുകയാണ് നമ്മൾ. ശരിക്കും സാഖ്യ ദർശനത്തിലാണ് പുരുഷൻ, പ്രകൃതി എന്നുള്ള പദങ്ങളൊക്കെ വരുന്നത്.
അപ്പോൾ പുരുഷനും പ്രകൃതിയും ചേർന്നതാണ് പ്രപഞ്ചം എന്നതാണ് സാഖ്യ ദർശനത്തിന്റെ തത്വം തന്നെ. അവിടെ പുരുഷൻ എന്ന സാഖ്യതത്വത്തിൽ പുരുഷൻ എന്നത് ഓരോ വ്യക്തിയിലുമുള്ള ബോധാംശമാണ് സാഖ്യതത്വത്തിൽ. അപ്പോൾ ഈ പ്രപഞ്ചത്തിലും വ്യക്തിയിലും ഉള്ള പുരുഷൻ പരമാർത്ഥത്തിൽ ഒന്ന് തന്നെയാണെന്നാണ് നമ്മൾ അറിയേണ്ടത്. പ്രപഞ്ചത്തിലും ആ സമഷ്ടിയിലും വ്യഷ്ടിയിലും ചൈതന്യമായിരിക്കുന്ന പുരുഷൻ ഒന്ന് തന്നെയാണ് എന്നുള്ളതാണ്. അടുത്തതാണ് പറയുന്നത് സോഹമസ്മി. സോഹമസ്മി നമ്മൾ പറഞ്ഞു, ഒരു വേദാന്ത ശാസ്ത്രത്തിലെ ധ്യാനാത്മകമായ ഒരു മന്ത്രമാണ് സോഹം. ആധ്യാത്മിക അനുഭൂതിയെ സംബന്ധിച്ച് ഭാരതത്തിൽ പ്രസിദ്ധമായ ചൊല്ലാണ് സോഹം എന്നുള്ള ധ്യാനാത്മകമായ മന്ത്രം. നമ്മൾ എടുത്തപ്പോൾ തുടക്കത്തിൽ തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഭക്തൻ ഭഗവാൻ തന്നെയാണെന്ന് അനുഭവിക്കുന്ന ഭാവമാണ് സോഹം. തത്വമസി എന്നൊക്കെ പറയുന്ന പോലെ, അഹം ബ്രഹ്മ അസ്മി എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ധ്യാനാത്മകമായ മന്ത്രമാണ് സോഹം എന്നുള്ളത്. ഭക്തനും ഭഗവാനും ഒന്ന് തന്നെ എന്നുള്ള അർത്ഥം. അപ്പോൾ ഇവിടെ കരണവും ഇന്ദ്രിയവും കളേബരം തൊട്ടറിയും അനേക ജഗത്തും ഓർക്കിലെല്ലാം പരവിളി തന്നെ ഉയർന്ന ഭാനുമാൻ തൻ തിരുവുരുവാണ് തിരഞ്ഞു തേറിടേണം എന്ന ആ ഒരു ആശയം നമ്മളിലേക്ക് ഈ ഉപനിഷത്ത് എത്തിക്കുന്നുണ്ട്. അപ്പോൾ ദിവ്യനായ ആദിത്യന്റെ ശരീരമാകുന്ന പുരത്തിലും തൻ്റെ ശരീരത്തിലും കുടികൊണ്ട് അവയെ പ്രവർത്തിപ്പിക്കുന്ന പുരുഷൻ അഥവാ ബോധം ഒന്നു തന്നെയാണെന്ന് ഭക്തൻ അറിയുന്നു. അത് അനുഭവിക്കുകയാണ് ഒരുവന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം. ആ യാത്രയിൽ ഒരിക്കലും തങ്ങി നിൽക്കാൻ പാടില്ല എന്നും അതിനാൽ സൂര്യദേവനോട്, ആ പൂഷനോട്, ഉപാസനാമൂർത്തിയോട് എനിക്ക് യാത്ര ചെയ്യണം, നിന്നെ അറിയണം, എന്നെ അറിയണം, അതാണ് എൻ്റെ ജീവിത ലക്ഷ്യം. അതുകൊണ്ട് നിന്റെ രശ്മിയെ അടക്കി തേജസ്സിനെ നിയന്ത്രിച്ച് നിന്റെ കല്യാണ കളേബരം കാണുവാനുള്ള അനുഗ്രഹം എനിക്ക് ഉണ്ടാകണമെന്നാണ് ഈ മന്ത്രത്തിലൂടെ ഭക്തൻ ആവശ്യപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ